വിവിധ രാഷ്ട്രീയ നേതൃത്വവും സാമൂഹിക രംഗത്തുള്ളവരും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആദ്യമായിട്ടൊരു സർജറി ഈ പറയുന്ന സർജറിക്ക് ആവശ്യമായ ഉപകരണങ്ങളില്ലാതെ നടക്കാതെ പോയി എന്ന രീതിയിലാണ് സംസ്ഥാനം. പക്ഷെ കേരളത്തിലെ ആരോഗ്യ മേഖല രണ്ടാം പിണറായി സർക്കാരിന് ശേഷം അങ്ങേയറ്റത്തെ പരിപൂർണ പരാജയമാണ് എന്ന് ആ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും രോഗികളായി ആശുപത്രിയിൽ എത്തിയവർക്കും ബുദ്ധിമുട്ടുണ്ട്. ഒരു സർജറിയും രണ്ട് സർജറിയും ഒന്നല്ല കേരളത്തിൽ പറയുന്നത്. 10,000-കണക്കിന് സർജറികൾ തുടങ്ങിക്കിടക്കുകയാണ്. അതിൻ്റെ ഒരു പ്രധാന വിഷയമായിട്ട് പറയപ്പെടുന്നത് ആവശ്യമായ ഉപകരണങ്ങൾ കൃത്യസമയത്ത് ലഭ്യമാകുന്നില്ല എന്നതാണ് ഒരു ഭാഗമായിട്ട് പറയുന്നത്. ആ വിഷയത്തിൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സർക്കാരിന് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇത് സപ്ലൈ ചെയ്യുന്ന KMCL-നടക്കം കോടാനക്കോടി രൂപയുടെ ബില്ലുകൾ പെൻഡിങ് ആയി കിടക്കുകയാണ്. ഒരു നാടിൻ്റെ നട്ടെല്ലാണ്, ഒരു ഗവൺമെന്റിന്റെ നട്ടെല്ലാണ് ആരോഗ്യരംഗം. പക്ഷെ ആ ആരോഗ്യരംഗത്തിന് ഒരു പിന്തുണയും പിണറായി ഗവൺമെന്റ് നൽകുന്നില്ല എന്നത് സാമ്പത്തികമായി ആ മേഖലയെ എങ്ങനെയൊക്കെ ഞെരുക്കാം. സാമ്പത്തിക പ്രതിസന്ധിയുള്ള ഒരു സംസ്ഥാനത്ത് ആ സംസ്ഥാനത്തിന് കിട്ടുന്ന വരുമാനത്തിൻ്റെ സിംഹഭാഗവും ഒരു PWDയിലും ഒരു ടൂറിസത്തിലും മാത്രം ചെലവഴിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടുവരുന്നത്. PWDയിൽ നിന്ന് പോകുന്ന ബില്ലുകളും ടൂറിസം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പോകുന്ന ബില്ലുകളും ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ ക്ലിയറൻസ് കൊടുക്കുകയാണ്. അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി മാനേജ് ചെയ്യാൻ പറ്റുന്ന മേഖലയിൽ പോലും സർക്കാർ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകേണ്ട ഒരു വിഷയം തീർത്തും അവഗണിക്കപ്പെടുകയാണ്. ആരോഗ്യമന്ത്രിയെ സംബന്ധിച്ചിട്ട് ഒരു കാര്യത്തിലും അവർക്ക് അവരുടെ അഭിപ്രായം പറയാനോ ഇടപെടാനോ കഴിയാത്ത വിധം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഡയറക്റ്റ് ആയിട്ടാണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനെ പൂർണ്ണമായും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, AKG സെന്ററിൽ പ്രവർത്തിച്ചിരുന്ന സഖാവ് സജീവനാണ് അവരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി. ആ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ നിയന്ത്രണത്തിന് പരിപൂർണമായും വിധേയമായി ഒപ്പധികാരം മാത്രമുള്ള ഒരു മന്ത്രിയാക്കി ആരോഗ്യമന്ത്രി വീണ ജോർജിനെ സൈഡ് ലൈൻ ചെയ്തിട്ടുണ്ട് എന്നത് കഴിഞ്ഞ 4 വർഷം അല്ലെങ്കിൽ 3.5 വർഷം ആ മുന്നണിയോടൊപ്പം ഒരു MLA എന്ന നിലക്ക് പല വിഷയങ്ങളിലും, നിലമ്പൂരിലെ ജില്ലാ ആശുപത്രിയുടെ വിഷയമായാലും മഞ്ചേരി മെഡിക്കൽ കോളേജിൻ്റെ വിഷയമായപ്പോഴും മറ്റു ഹെൽത്ത് സെൻ്ററുകളുടെ വിഷയമായപ്പോഴും ഇടപെട്ടപ്പോൾ വ്യക്തിപരമായി എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഒരു മന്ത്രിക്കൊരു അധികാരം കൊടുത്താൽ ആ അധികാരം അവരെ ഉപയോഗപ്പെടുത്തി അവരുടെ കൂടെ ഒരു സർവീസ് ആ ഡിപ്പാർട്ട്മെൻറ്റിന് ആവശ്യമാണ്. പക്ഷേ നിസ്സഹായമായ അവസ്ഥയാണ് സത്യത്തിൽ കേരളത്തിലെ ആരോഗ്യമന്ത്രിക്കുള്ളത്. മറ്റു പല മന്ത്രിമാർക്കും അതേ അവസ്ഥാവിശേഷമുണ്ട്. 16-21 നമുക്കറിയാം, ടീച്ചർ ഇത് ഭരിച്ചിരുന്ന കാലത്ത് കൊറോണ ഉൾപ്പെടെയുള്ള ഘട്ടത്തിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ആരോഗ്യ മേഖലയായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. പക്ഷേ അവർക്ക് കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് കിട്ടിയ അംഗീകാരവും അവരുടെ അധികാര പാഠവും പിന്നീടത് എന്താ പറയുക, ഞാൻ ഈ പറയുന്നത് പോലെ അവരുടെ ആ ഉയർച്ചയെ തടയിടുക എന്ന ദുരുദ്ദേശത്തോട് കൂടിയിട്ടാണ് പാർട്ടിയുടെ കൂടെ ഭാഗമായിരുന്ന ടീച്ചറെ ഉൾപ്പെടെ, തോമസ് ഐസക്കിനെ ഉൾപ്പെടെ, G സുധാകരനെ ഉൾപ്പെടെ മാറ്റി നിർത്തിയത് എന്ന് നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്. പക്ഷെ അതിൻ്റെ ദുരന്തം അനുഭവിക്കുന്നത് കേരളത്തിലെ ജനങ്ങളാണ്. ഇപ്പം ഈ വിഷയം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പൊതുപ്രവർത്തകരും സാമൂഹിക സംഘടനകളും മുമ്പ് ആശുപത്രിയുടെ വികസനത്തിലും അവിടുത്തെ പ്രവർത്തനത്തിലുമൊക്കെ നന്നായിട്ട് നമ്മുടെ കേരളത്തിലെ ആളുകൾ ഇടപെട്ടിരുന്നു. പക്ഷേ ആശുപത്രിയുടെ അകത്തേക്ക് കോമ്പൗണ്ടിലേക്ക് പോലും കയറാൻ കഴിയാത്ത വിധമുള്ള വലിയൊരു നിയമം 2023 ഇവിടെ കേരളത്തിൻ്റെ നിയമസഭ പാസ്സാക്കുകയുണ്ടായി. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പത്തനംതിട്ടയുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിൽ ഒരു ലേഡി ഡോക്ടറെ ഒരു രോഗി കുത്തി പരിക്കേൽപ്പിച്ചവർ മരണപ്പെടുന്ന ഒരു വളരെ ദാരുണമായ സംഭവം ഉണ്ടായി. ആ സംഭവത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ചില പ്രതിഷേധങ്ങൾ കേരളത്തിൽ ഉയർന്നപ്പോൾ
അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് അന്നുണ്ടാക്കിയൊരു നിയമം ഉണ്ടായിരുന്നു. ഈ പറയുന്ന മെഡിക്കൽ സ്റ്റാഫിനും മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഇത്തരത്തിലുള്ള വയലൻസിൽ നിന്നുള്ള ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്ന രീതിയിൽ അന്ന് കൊണ്ടുവന്ന ഒരു അമെൻമെൻറ്റ്. ആ അമെൻമെൻറ്റിൻ്റെ ആ ബില്ലിൻ്റെ പേര് കേരള ഹെൽത്ത് സർവീസ് പേഴ്സൺസ് ആൻഡ് ഹെൽത്ത് സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രിവെൻഷൻ ഓഫ് വയലൻസ് ആൻഡ് ഡാമേജ് അമെൻമെൻറ്റ് ബില്ലാണ്. ഇത് വളരെ ജനാധിപത്യ വിരുദ്ധമായൊരു ബില്ലാണ് എന്ന് അന്ന് നിയമസഭയിൽ തന്നെ ഞാൻ പറഞ്ഞതാണ്. ഞാൻ ഈ ബില്ലിന് അനുകൂലമായിട്ട് അന്ന് വിപ്പുണ്ടായിട്ട് പോലും അതിന് കൈബന്ധിക്കാതെ നിയമസഭയിൽ നിന്ന് ഇറങ്ങി വന്ന ആളാണ്. കാരണം ഇന്നിപ്പോൾ ഫോറസ്റ്റിൽ എന്താണ് സംഭവിക്കുന്നത്? ഫോറസ്റ്റിന്റെ അകത്ത് നടക്കുന്ന ഒരു കാര്യങ്ങളും ജനങ്ങൾക്ക് അറിയാനോ പൊതുപ്രവർത്തകർക്ക് അറിയാനോ പഞ്ചായത്ത് പ്രസിഡന്റിന് ഇടപെടാനോ കഴിയില്ല. കാരണം അവിടെ എഴുതി വെച്ചിരിക്കുന്ന ബോർഡ് ട്രെസ്പാസേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ് എന്നാണ്. ഫോറസ്റ്റിന്റെ അകത്തേക്ക് മനുഷ്യരുടെ ഇടപെടലിനെ അവസാനിപ്പിച്ച ഒരു നിയമ അമെൻമെന്റ് ആണ്. അത് സ്റ്റേറ്റ് ഉണ്ടാക്കിയതാണ് കേട്ടോ. ദേശീയ തലത്തിലെ ഇന്ത്യയിൽ ഒരു സ്ഥലത്തും ഫോറസ്റ്റിലേക്ക് കയറുന്നതിന് ഒരു പ്രിവെൻഷനും ഇല്ല. അപ്പൊ ഇവിടെ എങ്ങനെയാണോ ഫോറസ്റ്റിനെ കൈക്കലാക്കിയത് അതുപോലെയാണ് 2023 ഈ പ്രിവെൻഷൻ ഓഫ് വയലൻസ് ആൻഡ് ഡാമേജ് ഓഫ് ഹെൽത്ത് പേഴ്സൺസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്ന ഈ ബില്ല് വഴി ഉണ്ടാക്കിയത്. അപ്പം ആശുപത്രിക്കകത്ത് നടക്കുന്ന ഒരു കാര്യത്തിലും ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനോ ഒരു മുനിസിപ്പൽ ചെയർമാനോ കോർപ്പറേഷൻ മേയർക്കോ ഒരു പഞ്ചായത്ത് മെമ്പർക്കോ അവിടെ പോയിട്ട് എന്താണ് നിങ്ങൾ ഇത് ചെയ്യാത്തത്, എന്തുകൊണ്ടാണ് നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിച്ച് ഇടപെടാൻ കഴിയില്ല. ആ നിയമം സസൂക്ഷ്മം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു മെഡിക്കൽ ഓഫീസറുടെ ഉദ്യോഗസ്ഥന്റെ കണ്ണിലേക്ക് രൂക്ഷമായി നോക്കിയാൽ പോലും അവരെ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന എന്താ പറയുക അവരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്താൻ PDDP ആക്ട് ഉപയോഗിച്ച് ജയിലിലടക്കാവുന്ന നിയമം ഉണ്ടാക്കിയത് പിണറായിയാണ് 2023. ഇവിടുത്തെ ഹെൽത്ത് സർവീസിൽ എല്ലാവർക്കും പ്രൊട്ടക്ഷൻ കൊടുക്കണം, യാതൊരു തർക്കവുമില്ല. വലിയ ത്യാഗത്തോട് കൂടിയിട്ട് രാപ്പകലില്ലാതെ ഡോക്ടർ ഹാരിസിനെ പോലെയുള്ള എന്താ പറയുക ആയിരക്കണക്കിന് മെഡിക്കൽ സ്റ്റാഫ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, നമുക്കറിവുള്ളതാണ്. പക്ഷേ നല്ല പുഴുക്കുത്തുകൾ ഇതിലുണ്ട്. ഇവിടെ കേരളത്തിലെ എല്ലാ സർവീസ് മെഡിക്കൽ കോളേജ് ആയാലും ജില്ലാ ആശുപത്രി ആയാലും അവിടുത്തെ മെഷീനുകൾ, സ്കാനിങ് മെഷീൻ ആവട്ടെ, ലാബ് ആവട്ടെ, എക്സ്റേ മെഷീനുകളാവട്ടെ, മറ്റുള്ള ഡയാലിസിസ് മെഷീനുകളാവട്ടെ, ഈ മേഖലയിലാകെ വലിയ മാഫിയ സംഘങ്ങൾ ഇത് പ്രവർത്തനരഹിതമാക്കുന്നതിന് പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു 10 കോടിയുടെ ഒരു MRI മെഷീൻ കൊണ്ടുവച്ചാൽ ആ മെഷീൻ പരമാവധി വർക്ക് ചെയ്യുന്നത് കേരളത്തിൽ നിങ്ങൾ പത്രക്കാർ നിങ്ങൾക്ക് അതൊരു അന്വേഷണാത്മകമായിട്ട് ഇടപെടാൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പം മഞ്ചേരി മെഡിക്കൽ കോളേജ്, നിങ്ങളൊക്കെ മലപ്പുറത്തെ പത്രക്കാരാണ്, നിങ്ങൾ മഞ്ചേരി മെഡിക്കൽ കോളേജിലും ഈ പറയുന്ന മലപ്പുറം ജില്ലയിലെ ഈ ജില്ലാ ആശുപത്രികളും നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ കഴിയും. കാരണം ഒരു സംഘം ഇതിനു വേണ്ടി പ്രവർത്തിക്കുകയാണ്. ഇതിനെ കൂച്ചുവിലങ്ങിടുന്നതിന് പകരം ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് ഗവൺമെന്റിൽ നിന്നും പാർട്ടിയുടെ ലീഡർഷിപ്പിലെ ചില ആളുകളും ഇതിന്റെ ഭാഗമാണ്. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ എല്ലാ സർക്കാർ ആശുപത്രികളുടെ മുന്നിലും തളച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന ലാബുകളും സ്കാനിങ് സെന്ററുകളും അതുപോലെ തന്നെ എക്സ്റേ സെന്ററുകളും മറ്റുള്ള ടെസ്റ്റുകളും. ഇതൊക്കെ ലഭ്യമാണെങ്കിൽ പോലും എന്താണ് സർക്കാരിൽ ഒരിക്കലും ഒന്നും പ്രവർത്തിക്കില്ല. ഇതിനെ നിയന്ത്രിച്ചാൽ തന്നെ ഈ പറയുന്ന പാവപ്പെട്ടവർ സർക്കാർ ആശുപത്രിയിൽ ഒരു ഗതിയിലായിട്ടാണ് പോകുന്നത്. അവിടെ പോകുന്നവന് ഈ പറയുന്ന ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ പുറത്തേക്ക് എഴുതി കൊടുക്കുകയാണ്. ചില ഡോക്ടർമാർ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ ഇന്ന ലാബിൽ പോകണം, ഇന്ന MRIയിൽ പോകണം എന്ന് പറയാണ്. 30%, 40%, 50% കമ്മീഷൻ ഇത്തരത്തിലുള്ള ലാബുകളും MRI സെന്ററുകളും നിരവധിയായ ഡോക്ടർമാർ കൈപ്പറ്റുന്നു എന്നത് ഇവിടെ ഒരു പച്ചയായ സത്യമാണ്. അപ്പൊ സർക്കാരിന് പലതും പരിഹരിക്കാൻ കഴിയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ മേഖലയിൽ പരിഹരിക്കാൻ കഴിയാത്തത്? പിന്നെ കേരളം നേരിടുന്ന ഏറ്റവും വലിയ വിഷയം നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ നാടാകെ ഡയാലിസിസ് പേഷ്യൻസ് ആണ്. ഒരു ഡയാലിസിസ് ആരംഭിച്ചാൽ 2 ഓപ്ഷനാണ് ആ രോഗിയെ സംബന്ധിച്ചുള്ളത്. ഒന്നുകിൽ ആ ഡയാലിസിസ് ചെയ്ത് അങ്ങനെ മരിക്കണം, അല്ലെങ്കിൽ ഡയാലിസിസ് പോലും റിയാക്ട് ചെയ്യാത്തൊരു ഘട്ടത്തിൽ വരുമ്പം
ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. കേരളത്തിൽ ഇത്ര മെഡിക്കൽ കോളേജ് ഉണ്ട്. ഇവിടെ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയൊക്കെ തുടങ്ങി, ലിവർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയൊക്കെ വലിയ രീതിയിൽ സർക്കാരും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ആഘോഷിക്കലുണ്ട്. എൻ്റെ കേരളത്തിൽ ഒരു മെഡിക്കൽ കോളേജിലും കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടക്കാത്തത് എന്തുകൊണ്ടാണ്? കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത് വളരെ ഒരു സിമ്പിൾ മെത്തഡോളജിയിലേക്ക് ശാസ്ത്ര പുരോഗതി ഉണ്ടായി. ഒരു ആവറേജ് ഹോസ്പിറ്റലുകളിൽ, കേരളത്തിലെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹെൽത്ത് കെയർ എന്ന് സർക്കാർ കൊട്ടിഘോഷിക്കുന്ന സർക്കാർ ആശുപത്രികളിൽ എന്തുകൊണ്ട് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നില്ല എന്നത് വളരെ ഗൗരവതരമായിട്ട് ഈ സമൂഹം കാണേണ്ട ഒരു വിഷയമാണ്. അപ്പം ഇവിടെ ഈ മുളച്ചു പൊങ്ങുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ, അവരെ സഹായിക്കുന്ന ഒരു നിലപാട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇതിൻ്റെ അരികു പറ്റുന്നവർ, ഇതിൻ്റെ കമ്മീഷൻ പറ്റുന്നവർ, ഞാൻ ഈ ആദ്യം പറഞ്ഞ ഈ മാഫിയ സംഘങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്നവർ, അത് പരിശോധനാ വിധേയമാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ ഇരിക്കുന്ന ഞാനും ഈ പറയുന്നത് കേൾക്കുന്ന ജനങ്ങളും നമ്മൾ ആരൊക്കെയാണ് ഈ പറയുന്ന രോഗങ്ങൾക്ക് അടിമയെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇവിടെ ഈ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂഷനുകളെ നിയന്ത്രിക്കുന്നതിനൊരു ബില്ല് ഇവിടെ കൊണ്ടുവന്നിരുന്നു. സർക്കാർ ചില റേറ്റുകളൊക്കെ നിശ്ചയിച്ചിരുന്നു. ഓരോ ചികിത്സക്കും ഈ എമൗണ്ടിൽ കൂടുതൽ വാങ്ങാൻ പാടില്ല എന്ന് ആ നിയമം അനുശാസിക്കുന്നുണ്ട്. എവിടെയെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഇത് പരിശോധിക്കുന്നുണ്ടോ? അപ്പം ഹെൽത്ത് കെയർ, അതായത് കഴിഞ്ഞ 2024-25 വർഷം കേരളത്തിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുടെ വരുമാനം എന്ന് പറയുന്നത്, അതിൽ ചിലവ് ഒഴിക്കണം, 50,000 കോടിയാണെന്ന കണക്ക്. ഒരു സംസ്ഥാന സർക്കാരിന്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഏകദേശം 1.5 കോടിക്ക് മേലെയാണ് കേരളത്തിൽ. ആ കേരളത്തിൽ 50,000 കോടിയുടെ ട്രാൻസാക്ഷൻ ആണ് കേരളത്തിലെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുടെ കഴിഞ്ഞ വർഷത്തെ കണക്ക് എന്ന് ഇവിടെ ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഇവിടുത്തെ പ്രൈവറ്റ് സർവേ ഡിപ്പാർട്ട്മെന്റ് ഈ കണക്ക് പുറത്തുവിടുമ്പോൾ എത്രമാത്രം ഭീകരമാണ് കേരളത്തിന്റെ അവസ്ഥ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ആരാണ് ഇതിന് വഴി തുറന്നു കൊടുക്കുന്നത്? ഇപ്പൊ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തെ ആശ്രയമാണ്. ആ മെഡിക്കൽ കോളേജ് ആശുപത്രികൾ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് ഇതിൻ്റെ ഒരു വിപുലീകരണം? ഇപ്പൊ നമുക്കറിയാം, പേ വാർഡുകളുണ്ട്. വാർഡിൽ കിടക്കാൻ കഴിയാത്തവർക്ക് നമ്മൾ പേ വാർഡ് കൊടുക്കുന്നുണ്ട്. ആ പേ വാർഡ് സിസ്റ്റത്തെ പോലെ തന്നെ ഈ പറയുന്ന സാമ്പത്തികം നൽകി ചികിത്സിക്കാൻ കഴിയുന്ന, എന്താ പറയുക, ഈ 50,000 കോടി എന്ന പ്രൈവറ്റ് മേഖലയിൽ നിന്ന് വന്നാണ്. കടം വാങ്ങിയിട്ടായിരിക്കും പലരും ചികിത്സിച്ചിരിക്കുക. എന്തായിരുന്നാലും ഈ കൊള്ളയെ നിയന്ത്രിക്കാൻ സർക്കാർ ഹോസ്പിറ്റലുകൾ ഈ പറയുന്ന ഒരു 2 തട്ട് ചികിത്സാ രീതി എന്തുകൊണ്ട് കേരളത്തിൽ ആരംഭിച്ചുകൂടാ? അവിടുന്ന് കിട്ടുന്ന വരുമാനം ഈ പാവപ്പെട്ടവരെ, എന്താ പറയുക, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ചികിത്സാ ഫണ്ടിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ പറ്റും. ആശുപത്രിയിൽ വലിയ വികസനം നടത്താൻ സാധിക്കും. ഇപ്പൊ എന്താ കേരളത്തിലെ ആശുപത്രികൾ നേരിടുന്ന ഏറ്റവും വലിയ വിഷയം? ഞാൻ വളരെ, എന്താ പറയുക, സീരിയസ് ആയി ഇടപെട്ടിട്ടുള്ള ഒരു മേഖലയാണ് ആരോഗ്യം. നമ്മുടെ സർക്കാർ ആശുപത്രികൾ ഇന്നിപ്പോ നേരിടുന്നുണ്ട്. ഇപ്പൊ നിലമ്പൂർ ഹോസ്പിറ്റൽ തന്നെ എടുക്കുക, 100 കോടി രൂപ നാഷണൽ ഹെൽത്ത് മിഷൻ ജില്ലാ ആശുപത്രിക്ക് അനുവദിച്ചിട്ട് 3 കൊല്ലമായി. ആ കെട്ടിടം കെട്ടാൻ സ്ഥലമില്ല. അപ്പൊ സ്ഥലപരിമിതി നമ്മുടെ എല്ലാ ഹെൽത്ത് കെയർ സെന്ററുകളിലും വലിയ വിഷയമാണ്. അപ്പൊ അവിടെ തന്നെ പിന്നെയും തിക്കി തിരക്കി, എന്താ പറയാ, കെട്ടിടങ്ങൾ ഉണ്ടാക്കുകയാണ്. എന്തുകൊണ്ട് ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്തുകൂടാ? ആ സ്ഥലത്ത് തന്നെ അത് കുഴിച്ചിടണം. ചെറിയ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും തൊട്ടടുത്ത സ്ഥലങ്ങൾ കണ്ടെത്തി ഇതിന്റെ എക്സ്പാൻഷൻ കേരളത്തിൽ നടത്താതെ ഇപ്പം നിലവിലുള്ള ഹോസ്പിറ്റലുകൾ മുഴുവനും സർക്കാർ ആശുപത്രികൾ സ്ഥലപരിമിതിയിൽ ശ്വാസം മുട്ടുകയാണ്. 1,20,000 കോടി ഇവിടെ ചെലവാക്കിയെന്ന് വീമ്പിളക്കുന്നുണ്ട് കിഫ്ബി വഴി. പക്ഷെ ആശുപത്രികളുടെ അവസ്ഥ ഇന്നും അതിദയനീയമാണ്. അപ്പോൾ ഇവിടെ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ തളച്ച് വളരണമെന്ന് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നിലപാടുകളാണ്. അതിൽ ഏറ്റവും നമുക്ക് എടുത്തു പറയാവുന്ന ഒരു കാര്യം ഈ പറയുന്ന കിഡ്നി ട്രാൻസ്മിഷൻ ഇവിടെ നടക്കേണ്ട അളവിൽ ഇവിടെ നടക്കുന്നില്ല.
അപ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാർ കൊണ്ടുവന്ന ഈ അമെൻമെന്റ് ബില്ല്, ഈ പ്രൊട്ടക്ഷൻ ഫോർ ദ ഹെൽത്ത് പേഴ്സൺസ് എന്ന് പറയുന്നതിൽ അതിലെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ പൊതുപ്രവർത്തകർക്ക് ഇതിൽ ഇടപെടാൻ കഴിയുന്നില്ല. ഇത് സർക്കാർ ഒരു പുനർവിചിന്തനം നടത്തേണ്ടത് തന്നെയാണ്. സ്റ്റാഫിന് നമ്മൾ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതോടൊപ്പം തന്നെ അവിടെ കൃത്യമായിട്ട് ഈ ഹെൽത്ത് സർവീസ് ആളുകൾക്ക് ന്യായമായി ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തേണ്ട ഉത്തരവാദിത്വം സർക്കാരുണ്ട്. സർക്കാർ അതിന് ഒഴിഞ്ഞു മാറുകയാണ്. അതിൻ്റെ ദുരന്ത ഫലമാണ് ഇവിടെ അനുഭവിക്കുന്നത്. അത് കേരളത്തിലെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് വരാനിരിക്കുന്ന നാളിലും വലിയ പ്രത്യാഘാതങ്ങൾ, ഇതേ അവസ്ഥ ഇവിടെ തുടരും. മന്ത്രി പറയുന്ന ഒരു സിസ്റ്റത്തിന്റെ പ്രോബ്ലമാണ്. ആ സിസ്റ്റം ആരുണ്ടാക്കുന്നതാണ്? ആ സിസ്റ്റത്തിനല്ല ആദ്യം ചികിത്സിക്കേണ്ടത്. അപ്പം ആ സിസ്റ്റം എന്ന് പറയുന്നത്, മന്ത്രി ഉദ്ദേശിക്കുന്ന സിസ്റ്റം എന്ന് പറയുന്നത് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് അവർ നടത്തുന്ന അപ്പർ ഹാൻഡാണ്. മന്ത്രിക്ക് അങ്ങനെ പറയാൻ കഴിയുള്ളൂ. ആ സിസ്റ്റം മാറി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണം. ആ സിസ്റ്റത്തിലേക്ക് ഇത് വരണം. അത് തന്നെയാണ് മന്ത്രി ഉദ്ദേശിച്ചത്. രണ്ടാമത്തെ കാര്യം, ആദ്യം എങ്ങനെയായിരുന്നു സർക്കാർ ഇതിനെ കൈകാര്യം ചെയ്തത്? ഹാരിസ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കള്ളമാണ്, ശരിയല്ല എന്ന രീതിയിലായിരുന്നു. ഇപ്പൊ രണ്ടാമത് മന്ത്രി കാര്യങ്ങൾ പഠിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ഡോക്ടർ ഹാരിസ് സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ്, ഹാർഡ് വർക്കിംഗ് ആണ്, സിൻസിയർ ആണ് എന്ന് പറഞ്ഞാൽ ഡോക്ടർ ഹാരിസ് പറഞ്ഞ ഈ കാര്യം സത്യസന്ധല്ലേ? അപ്പോൾ ഒരു ഭാഗത്ത് ഹാരിസ് സത്യസന്ധനാണെന്ന് പറയുകയും മറുഭാഗത്ത് ഹാരിസ് പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ല എന്ന് ഗവൺമെന്റിന്റെയും പാർട്ടിയുടെയും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വാദിക്കുകയും ചെയ്യുമ്പോൾ കേരള ജനത ആരാ മുഖവിലക്കെടുക്കുക? ഈ സത്യസന്ധനായ ഈ ഡോക്ടർ തന്നെയാണ്. മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം പറഞ്ഞൊരു രീതിയുണ്ട്. അദ്ദേഹം പറഞ്ഞത്, എന്നെ പൊതുസമൂഹമാണ് പഠിപ്പിച്ചത്, സർക്കാരാണ് പഠിപ്പിച്ചത്, ലക്ഷക്കണക്കിന് ഉറുപ്പിക ചെലവാക്കിയാണ് ഞാൻ ഡോക്ടറാവുന്നത്, ജനങ്ങളുടെ നീതിയാണ്, നികുതി പണത്തിലാണ് ഞാൻ പഠിച്ചത്, അതുകൊണ്ട് ഈ ജനങ്ങളെ സർവ് ചെയ്യേണ്ട കമ്മിറ്റ്മെന്റ് എനിക്കുണ്ട്, അതിന്റെ മോറൽ റെസ്പോൺസിബിലിറ്റിയാണ്. അത് ഗൗരവതരമായ വിഷയമാണ്. കാരണം ഒരു മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു MBBS ഡോക്ടറെ പഠിപ്പിച്ചിറക്കാൻ നമ്മുടെ സർക്കാരിന് 25 തൊട്ട് 30 ലക്ഷം രൂപ ചിലവുണ്ട്. അത് നമ്മൾ കൊടുക്കുന്ന ചിലവാണ്. PG ആകുമ്പോൾ ഏകദേശം ഒരു 10-70 ലക്ഷത്തിലേക്ക് അത് പോകും. 1 കോടി വരെ പോകുന്നുണ്ട് ഒരാളെ പഠിപ്പിക്കാൻ. പക്ഷേ ഇവർക്ക് ലോകത്തെ വിവിധ രാജ്യങ്ങളെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്താ പറയുക, കമ്പൽസറി കമ്മിറ്റ്മെന്റ് സർവീസ് കൊടുക്കണം സർക്കാരിന്. എന്തുകൊണ്ടാണ് അങ്ങനെ തീരുമാനം എടുക്കാത്തത്? ഇവിടെ സർക്കാരിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന, മെറിറ്റിൽ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ ഡോക്ടറായി ഇറങ്ങുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു 10 വർഷമെങ്കിലും സർവീസ് ഇവിടെ കമ്മിറ്റഡ് ആവണം. ജനങ്ങളുടെ നികുതി പണം കൊണ്ട് പഠിച്ചിറങ്ങിയാൽ നേരെ വിദേശത്തേക്കാണ് പോകുന്നത്. ഈ നാടിന് ജനങ്ങൾക്കും ഒരു എന്താ പറയുക, 1 രൂപയുടെ ഉപകാരം ഈ രാജ്യത്തിന് ഉണ്ടാവുന്നില്ല. അപ്പൊ സർക്കാർ ഗൗരവമായിട്ട് ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. അല്ലാതെ നമ്മൾക്ക് ഈ ഹെൽത്ത് കെയർ ആത്മാർത്ഥമായി വിചാരിച്ച് പരിശ്രമിച്ചാൽ പരിഹരിക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. അതിലേക്ക് സർക്കാർ ഇത്തരത്തിലുള്ള ഈ പ്രിവെൻഷൻ ഓഫ് പ്രൊട്ടക്ഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് പേഴ്സൺസ് ഓഫ് ഹെൽത്ത് കെയർ എന്ന് പറയുന്നതിൽ അനാവശ്യമായി അന്നത്തെ ഒരു ധൃതിയിൽ കുത്തിത്തിരുകിയ നിയമങ്ങളിൽ ഭേദഗതി വരുത്തണം. സോഷ്യൽ ഓഡിറ്റിന് വിധേയമാകണം സർക്കാർ ആശുപത്രികൾ. അതിന് ജനപ്രതിനിധികൾക്ക് അതിനുള്ള ഉണ്ടായിരുന്ന സാഹചര്യം എടുത്തു കളഞ്ഞ ഈ അമെൻമെന്റ് ബില്ലിൽ അത് ഭേദഗതി വരുത്തണം. ഈ കാര്യങ്ങളാണ് ഈ വിഷയവുമായിട്ട് കൃത്യമായിട്ട് പറയാനുള്ളത്. ദേശാഭിമാനിയിലെ ലേഖനമാണ്. ലേഖനത്തിൽ പറയുന്നത്, അവസാനം കുറ്റബോധം കൊണ്ട് യുവദാസിനുണ്ടായ അനുഭവം അൻവർ ഓർമ്മപ്പെടുത്തുന്നു. അൻവറിനെ കാത്തിരിക്കുന്നത് യുവദാസിന്റെ അനുഭവമാണ്. പുള്ളിന്റെ അനുഭവം എന്താ? ഈ പറയുന്ന ആളിപ്പോ എവിടെ ഇരിക്കുന്നത്? ഈ പറയുന്ന ആള് വീട്ടിലിരിക്കല്ലേ? ആലത്തൂര് ഒരു പണിയില്ലാതെ അങ്ങനെ വീട്ടിലിരിക്കേണ്ട ആളല്ലല്ലോ. അപ്പം അതൊക്കെ അനുഭവിച്ച ആളുകളാണ്. ഇനി എന്തെങ്കിലും അൻവറിനെതിരെ പറഞ്ഞിട്ട് പിണറായിൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു സൗകര്യം എവിടെയെങ്കിലും കിട്ടുമെന്ന് നോക്കുകയാണ്. പുള്ളിയൊക്കെ എവിടെ എത്തിയിരിക്കുക എന്നുള്ളത് നിങ്ങൾ പാലക്കാട് ജില്ലയിൽ പോയി അന്വേഷിച്ചാൽ മതി. PV അൻവർ ഈ പൊതുരംഗത്ത് ജനങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ട്. സഖാവ് ബാലേട്ടനോട് പറയാനില്ല, അതാണ് അവനവൻ്റെ കാര്യം ബാലേട്ടൻ നോക്കിയാൽ ഇനിയില്ല കുറച്ച് കാലമെങ്കിലും എന്താ പറയുക അങ്ങനെ
നിറഞ്ഞു നിൽക്കുക. പിണറായിസം കേരളത്തിൽ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അവസാനത്തെ ആണി നിലമ്പൂരിൽ അടിച്ചു കഴിഞ്ഞു. ഇതന്നെ ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ അതിന് ബാക്കി മണി മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വെറുതെ പിണറായിസം താങ്ങി നടന്നിട്ട് ഇപ്പം ആ നാട്ടിൽ അദ്ദേഹത്തിന് ആ പഞ്ചായത്തിലെങ്കിലും ചെറിയ നിലയും വിലയുണ്ട്. അത് ദയവായി ബാലേട്ടൻ കളയരുത് എന്നാണ് ആ വിഷയത്തിൽ സഖാവ് ബാലേട്ടനോട് എനിക്ക് പറയാനുള്ളത്. ആരാ വാതിലിന് മുട്ടാൻ പോയത്? നമ്മൾ വാതിൽ അടച്ചെന്ന് ഇറങ്ങിയതല്ലേ. ആ ഇറക്കം, ആ നടത്തം തുടരുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് കേരളത്തിലെ പാർട്ടി സംഘാടനവും 22 നവംബറിൽ വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പരമാവധി ആളുകളെ മത്സരിപ്പിച്ച് അത് സംഘടനാശേഷി വർദ്ധിപ്പിച്ച് സാധാരണക്കാരായ ആളുകൾക്കും പ്രവർത്തകർക്കും ഈ ത്രിതല പഞ്ചായത്തിലെ ഭരണത്തിലെത്തി നാട്ടിലെ ജനങ്ങളുടെ വിഷയങ്ങൾ ഉയർത്തി കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനവുമായി ഞങ്ങൾ സജീവമായി മുന്നോട്ട് പോകുകയാണ്. പ്രഖ്യാപിച്ചോ? ഓ, സന്തോഷം. അല്ല, അത് സ്വാഭാവികമായി അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം, ഒരു മന്ത്രിയുടെ ജീവൻ രക്ഷിക്കുന്ന വിഷയം, അന്നത്തെ അവിടെ നടന്ന ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ എന്താണെന്ന് നമുക്കറിയില്ല. എൻ്റെ വിഷയം അതൊന്നുമല്ല. എൻ്റെ വിഷയം പഠിച്ച പണി 18 ഈ പറയുന്ന അജിത് കുമാറിനെ, പോറ്റുമകനെ DGP ആക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ വഴിവിട്ട മാർഗങ്ങളും സ്വീകരിച്ചു. നിങ്ങളിതിൽ മനസ്സിലാക്കേണ്ടത് UPSC എന്ന് പറയുന്ന കേന്ദ്ര ഈ ഏജൻസി അത് കൃത്യമായ ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട് സുപ്രീം കോടതി വരെ UPSC ആണ് ഈ കാര്യത്തിൽ അവസാനത്തെ ഫൈനൽ ലിസ്റ്റ് അവർ പ്രഖ്യാപിക്കുന്ന ലിസ്റ്റിൽ നിന്ന് ആ 3 ആളുകളിൽ നിന്ന് DGPയെ നിയമിക്കാൻ പാടുള്ളൂ കൃത്യമായ മാർഗനിർദ്ദേശം കൊടുത്തിട്ട് അതിനെപ്പോലും ഒരു സിസ്റ്റത്തെ മറികടക്കാനാണ് മുഖ്യമന്ത്രി പരിശ്രമിച്ചത്. ആ സിസ്റ്റത്തെ മറികടക്കാനുള്ള അദ്ദേഹത്തിൻ്റെ പരിശ്രമം പരിപൂർണമായും പരാജയപ്പെട്ടില്ലേ? അതിൽ എനിക്ക് അങ്ങേയറ്റത്തെ എന്താ പറയുക, പോരാട്ടം നയിച്ചതിൻ്റെ അവസാനത്തെ റിസൾട്ടാണ്. ഇദ്ദേഹത്തെ പോലെയുള്ള ഒരു കാട്ടുകള്ളനെ പിടിച്ച് വീണ്ടും ഈ DGP പദവിയിൽ ഇരുത്തിയാൽ എന്താകും അതിൻ്റെ സ്ഥിതി എന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. എന്നിട്ടും അവസാന നിമിഷം വരെ പോറ്റുമകന് വേണ്ടി അവസാന ശ്വാസം വരെ ഞാൻ പോരാടുമെന്ന് പറഞ്ഞതുപോലെ പോരാടി പരാജയപ്പെട്ട് UPSC കൊടുക്കുന്ന ലിസ്റ്റിൽ നിന്ന് ഒരാളെ നിയമിക്കേണ്ട ഗതികേടിൽ പിണറായി വിജയൻ എത്തിയിട്ടുണ്ടെങ്കിൽ PV അൻവർ നടത്തിയ പോരാട്ടത്തിൽ വസ്തുതയുണ്ട്. ഞാനതിൽ എനിക്ക് നല്ല എന്താ പറയുക ചാരിതാർത്ഥ്യമുണ്ട്. മാത്രമല്ല, ചരിത്രത്തിലാദ്യമായി കഴിഞ്ഞ 10 മാസത്തിനിടക്ക് പാർട്ടിയുടെ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എന്തിനാണ് ഈ അജിത് കുമാറിനെ താങ്ങി നടക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന ചോദ്യം ഉയർന്നു എന്നാണ് പത്രമാധ്യമങ്ങളിൽ കൂടെ കേരളത്തിലെ ജനങ്ങൾ കണ്ടത്. അതിലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അല്ലേ, ഈ സുംബ ഡാൻസ് ഇതൊരു തട്ടിപ്പല്ലേ? പിണറായിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് തട്ടിപ്പ് കേരളത്തിലെ ജനങ്ങൾ കുറെ ആളുകൾ അതിന്റെ പിന്നാലെ നടന്നു. എപ്പോഴാണ് ഈ ഡാൻസ് പൊട്ടിമുളച്ചത്? കേരളത്തിലെ നിലമ്പൂരിൽ തോറ്റ അമ്പി തകർന്ന തരിപ്പണമായി പിണറായിസത്തിന്റെ അവസാനത്തെ ആണി ജനങ്ങൾ അടിച്ചപ്പോൾ 2 ദിവസം ഈ ചർച്ചകൾ കത്തിക്കേറിയപ്പോൾ പെട്ടെന്നിട്ട് ഒരു എന്താ പറയാ സുംബ ഡാൻസ്. മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഞാൻ കണ്ടു ഈ ഡാൻസുമായി ബന്ധപ്പെട്ട്. കുട്ടികൾ ഭയങ്കര സ്ട്രെസ്സിലാണ്. ഏത് കേരളത്തിലെ നമ്മളെ വിദ്യാർത്ഥികൾ ആ സ്ട്രെസ്സിൽ എന്താ ഒന്നാമത്തെ കാരണം? ഒരാവശ്യമില്ലാത്ത സിലബസ് കുത്തി നിറച്ചിട്ട് ജീവിതത്തിൽ ഒരിക്കലും ഉപകാരപ്പെടാത്ത കുറെ കാര്യങ്ങളാണ് നമ്മുടെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നതിൽ നല്ലൊരു ശതമാനം. ഇതന്നെ കുട്ടികൾക്ക് താങ്ങാൻ വയ്യ. അതാണ് സ്ട്രെസ്സിന്റെ ഒരു കാര്യം. അത് പരിഹരിക്കേണ്ട മുഖ്യമന്ത്രി ഡാൻസ് കളിപ്പിക്കുകയാണ്. മനസ്സിലായില്ലേ? കാരണം ഈ രീതിയിൽ ഇതിനെ ഡൈവേർട്ട് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ കേരളത്തിലുണ്ടായ പൊളിറ്റിക്കൽ ഡിസ്കഷനിൽ നിന്ന് ഈ ഗവൺമെന്റിന്റെ പതനം അധികം ആളുകൾ ചർച്ച ചെയ്യരുത്. അപ്പൊ കൊടുത്തൊരു ഡാൻസ് ഇട്ടു, അതിമ കയറി പലരും കൊത്തി. ഈ സ്ട്രെസ്സിനെ കുറിച്ച് പറയുന്ന മുഖ്യമന്ത്രിയോട് മലപ്പുറം ജില്ലയിലെ രക്ഷിതാക്കൾക്ക് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. അതിനുകൂടി അദ്ദേഹം ഉത്തരം പറയണം. ഇവിടെ ഏറ്റവും കൂടുതൽ സ്ട്രെസ് അനുഭവിക്കുന്നത് ഇവിടുത്തെ +1 +2 പഠിക്കുന്ന കുട്ടികളാണ്. ഈ പറയുന്ന എന്താ പറയാ മലബാറിന് പുറത്തുള്ള സ്കൂളുകളിൽ എറണാകുളം, തിരുവനന്തപുരം, ഈ പറയുന്ന ആലപ്പുഴയും കൊല്ലമൊക്കെ എടുത്താൽ ഒരു ക്ലാസ്സിൽ 15-20 കുട്ടികളാണ്.
അവിടെ ഡിവിഷൻ ഫാളാണ്. ആ സമയത്ത് മലപ്പുറത്ത് 90-100 കുട്ടികളാണ് ഒരു ക്ലാസ്സിൽ. അവിടെ മൈക്ക് വെച്ചിട്ട് അധ്യാപകർ ക്ലാസ് എടുക്കുക. അധ്യാപകർക്ക് 2 ഡെസ്കിന്റെ ഇടയിൽ കൂടെ നടന്നു പോകാനുള്ള വഴി പോലും അടച്ചിട്ട് അവിടെ സ്റ്റൂളും ബെഞ്ചും ഇട്ടിട്ട് 80, 90, 100 കുട്ടികൾക്ക് ഈ ജില്ലയിൽ കഴിഞ്ഞ 3-4 കൊല്ലമായി +1, +2 ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. എന്തേ മുഖ്യമന്ത്രി ഈ സ്ട്രെസ് ഒന്നും കാണാത്തത്? സ്ട്രെസ്സിനെ കുറിച്ച്, കുട്ടികളുടെ സ്ട്രെസ്സിനെ കുറിച്ച് പറയുന്ന ഒരു കാരണവർ സ്ഥാനത്ത് ഇരുന്നിട്ടാണ് അദ്ദേഹം പറയുന്നത്. അതിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സ്ട്രെസ്സിനെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ തിരിഞ്ഞു നോക്കി, എന്താ ഡാൻസ്, ജുംബ ഡാൻസോ തുമ്പ ഡാൻസോ ഒന്നും അറിയില്ല. എന്തെല്ലാം നാടകങ്ങൾ. ഇതൊക്കെ എത്ര കാലത്തിന്റെ ചർച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇതെന്താ പറയുക, ഒരു മാസ് സൈക്കോളജിയെ അട്ടിമറിക്കാൻ തെരഞ്ഞെടുപ്പ് റിസൾട്ടിന് കാത്തിരുന്നാണ്. അല്ലെങ്കിൽ അതിന് മുമ്പ് പ്രഖ്യാപനം ഉണ്ടാവില്ലേ? തെരഞ്ഞെടുപ്പ് നെഗറ്റീവ് ആണെങ്കിൽ ഇത് അടിച്ചു കയറ്റണം. ഇതുമ്പോൾ കുറെ ആളുകൾ കയറി കൊത്തും. കാര്യമായിട്ട് ഇപ്പൊ കേരളത്തിലെ കുട്ടികളുടെ പ്രശ്നം ഈ പറയുന്ന ഡാൻസാണ്. ഡാൻസ് നടക്കട്ടെ. ഈ ഡാൻസ് എല്ലാം കൂടെ എന്താ പറയാ, ഈ പിണറായിസത്തിന്റെ നെഞ്ഞത്തേക്കാണ് ചെല്ലുന്നത്. മലപ്പുറം ജില്ലയിലെ ലക്ഷക്കണക്കിന് അധ്യാപകരും ലക്ഷക്കണക്കിന് രക്ഷിതാക്കളും കുട്ടികളും ഈ സ്ട്രെസ്സിന്റെ പിറകെയാണ്. ദയവായി മുഖ്യമന്ത്രി ഈ പറയുന്ന ഈ കുട്ടികളുടെ അവിടെ 15-20 ആയിക്കോട്ടെ, ഒരു 40-50 എന്താ പറയാ കുട്ടികളെങ്കിലും ആക്കിയിട്ട് കുറച്ച് ബാച്ചുകൾ ഞങ്ങൾക്ക് അനുവദിക്കണം. സ്ട്രെസ്സിനെ കുറിച്ച് താങ്കൾ ഇങ്ങനെ പറയുമ്പോൾ ആ സ്ട്രെസ് ഒന്ന് ഇറക്കി തന്നാൽ തിരക്കടില്ല എന്നുള്ള വളരെ വിനീതമായൊരു അഭ്യർത്ഥന ഈ മലപ്പുറത്തൊരു പൊതുപ്രവർത്തകൻ നിലക്ക് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് ആ വിഷയത്തെക്കുറിച്ച്, ഡാൻസിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം ആ എന്താ പറയാ നടത്തിയ ആ ട്രാപ്പിൽ എല്ലാവരും വീണു. നിലമ്പൂർ ഇലക്ഷൻ മറന്നു, പിണറായിസം പോയി, എല്ലാം പോയി. അതാണ്, വേറെ ഒന്നുമല്ല ഡാൻസ്. അല്ല, നമ്മളിപ്പോ വെള്ളിയാഴ്ച നമ്മുടെ സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ട്, അതിലൊരു ഫൈനൽ തീരുമാനം ഉണ്ടാവും. നമ്മളിപ്പോ ഓൺലൈനിൽ 1-2 മീറ്റിങ്ങുകൾ നടത്തി ചർച്ച ചെയ്ത് എത്തിയിരിക്കുന്നത് കേരളത്തിലെ ഏകദേശം 22,600ഓളം സീറ്റുകൾ വരുന്നുണ്ട് ത്രിതല പഞ്ചായത്തിൽ. അത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള. അപ്പൊ ഇവിടെ പരമാവധി ആളുകളെ നമ്മൾ മത്സരിപ്പിക്കാനുള്ള ഒരു ആലോചന നടക്കുന്നത്. അതോടൊപ്പം എല്ലാ പഞ്ചായത്ത് കമ്മിറ്റികൾക്കും നമ്മൾ ഫ്രീഡം കൊടുക്കും. അവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള അലയൻസുകൾ അവർക്ക് തീരുമാനിക്കാം. അതിന് ആരാണോ നമ്മളെ സഹകരിക്കുന്നത് ആ സഹകരിക്കുന്നവരുമായി തിരിച്ച് സഹകരിക്കാനുള്ള ഒരു ഫ്രീഡം നമ്മൾ എന്താ പറയാ എല്ലാ പഞ്ചായത്ത് കമ്മിറ്റികൾക്കും കൊടുക്കുന്ന രീതിയിലാണ് ആലോചിക്കുന്നത്. അത് വെള്ളിയാഴ്ച ചേരുന്ന സംസ്ഥാന ലീഡർഷിപ്പ് മീറ്റിൽ നമ്മൾ തീരുമാനമെടുത്ത് വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ ആ സ്ട്രാറ്റജി പൂർണ്ണമായിട്ട് നമ്മൾ തീരുമാനിക്കും. എന്തായാലും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു ചർച്ചയിലേക്കും ഒരു മുന്നണിയിലേക്കും പോകുന്നില്ല എന്ന തീരുമാനം, അതിനാണ് സംസ്ഥാനത്തു നിന്നുള്ള പ്രവർത്തകരുടെയും ലീഡർഷിപ്പിൻ്റെയും മനോഗതം. അതാണ്. അപ്പം അത് കൃത്യമായ ഒരു ചർച്ചയിലൂടെ ഒരു തീരുമാനമെടുത്തിട്ട് നമ്മൾ പ്രഖ്യാപിക്കും. ആരെ വാതിലും തൽക്കാലം പോയിട്ട് മുട്ടാനോ തുറക്കണ്ടോ ചോദിക്കാനോ നിൽക്കുന്നില്ല. ചക്കട്ടപ്പം മുയൽ കിട്ടിയൊരു കഥയുണ്ട് പണ്ട്, നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും. ഒരാൾ പ്ലാവിൽ കയറിയിട്ട് ഒരു ചക്ക ഇട്ടു. ചക്ക താഴെ വന്ന് എടുക്കാൻ നോക്കുമ്പോൾ അവിടെ താഴെ ഒരു മുയൽ ഉണ്ടായിരുന്നു. ആ മുയലിന്റെ മേലാണ് ഈ ചക്ക വീണത്. അപ്പൊ ചക്ക ഇട്ടപ്പോൾ എന്തായി, ഒരു മുയലും കൂടെ കിട്ടി. അപ്രതീക്ഷിതാണ് എന്ന് പറഞ്ഞതുപോലെ എല്ലാ ചക്ക ഇടുമ്പോഴും മുയൽ കിട്ടുന്നു ചിലരൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എത്ര മുയൽ വീഴുന്നില്ല. അതെ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പോട് കൂടി, ഈ ത്രിതല തെരഞ്ഞെടുപ്പോട് കൂടിയിട്ട് നമ്മളൊരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അറിയല്ലോ, സ്വാഭാവികമാണല്ലോ. ഒന്നുമില്ല. നമ്മൾ എന്താ പറയാ സമദൂര സിദ്ധാന്തമാണ്. മൊത്തത്തിൽ അടവനയാണ്. അത് തിരിച്ചും മറിച്ചും അടവുണ്ടാവും. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തീർത്തും 75% പ്രാദേശികമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൽ 25% പൊളിറ്റിക്സ് ഉള്ളൂ.
അപ്പോൾ നമ്മൾ ചില വാർഡുകളിൽ ആരാണോ നമ്മളെ പിന്തുണക്കുന്നത്, 2 വാർഡിൽ നമുക്ക് ഒരു പഞ്ചായത്തിൽ പിന്തുണ നൽകുകയാണെങ്കിൽ മറ്റു 2 വാർഡിൽ ആ പിന്തുണ തന്ന ആ കക്ഷികൾക്ക് തിരിച്ചു നമ്മൾ പിന്തുണ കൊടുക്കാൻ എന്താ പ്രയാസം? നമ്മൾ വർഗീയ കക്ഷികളുമായി ഒഴികെയുള്ള എല്ലാ ജനാധിപത്യ സാമൂഹിക സാംസ്കാരിക പ്രാദേശിക സംഘടനകൾ, ഇപ്പോൾ ഈ പറയുന്ന റെസിഡന്റ് അസോസിയേഷനുകൾ, ക്ലബ്ബുകൾ, പെയിൻ ആൻഡ് പാലിയേറ്റീവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ചില ആരുമായും ജനങ്ങളുടെ പൊതുവിഷയത്തിൽ ഇടപെടുന്ന ആരുമായിട്ടും നമ്മൾ ഇടപെടും. ഇനിയിപ്പോൾ ഒരു പഞ്ചായത്തിൽ തന്നെ 2 വാർഡിൽ UDF നമുക്ക് പിന്തുണ തന്നാൽ 2 വാർഡിൽ അവർക്കും പിന്തുണ കൊടുക്കും. ആ പഞ്ചായത്തിൽ തന്നെ LDF 2 വാർഡിൽ നമുക്ക് പിന്തുണ തന്നാൽ ആ 2 വാർഡിൽ LDFന് പിന്തുണ കൊടുക്കും. അല്ല, പിണറായിസും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായിട്ട് ഒരു ബന്ധമില്ല, അതിലേക്ക് നിങ്ങൾ വരണ്ട. അതുകൊണ്ടാണ് പറഞ്ഞത്, അതൊക്കെ വിട്ടേക്ക്. ഇവിടെ 75% ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ. പിണറായിസ നിയമസഭയാണ്, ആ ഏറ്റുമുട്ടൽ നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷേ കേരളത്തിൽ വളരെ പച്ചയായി പറയാം, അതിൽ ഓപ്പൺ ആയിട്ടാണ് ആ കാര്യങ്ങൾ പറയുന്നത്. ആ തീരുമാനം ഇപ്പൊ പ്രഖ്യാപിക്കുകയല്ല, വെള്ളിയാഴ്ച ഞങ്ങൾ സ്റ്റേറ്റ് കമ്മിറ്റി കൂടിയിട്ട് തീരുമാനമായാൽ അങ്ങനെയാണ് ആലോചന നടക്കുന്നത്. സമദൂരം അടവ് ഈ 22,000 ചില്ലാനം വാർഡുകളിലും പരമാവധി ആളുകളെ മത്സരിപ്പിച്ച് നമ്മളെന്താ പറയുക, ഒരു ബഹുജന അടിത്തറ കേരളത്തിലുണ്ടാക്കും. ആ സമയത്ത് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ദേശീയ നേതാക്കളെ കൊണ്ടുവന്ന് വലിയൊരു മഹാസമ്മേളനം ഞങ്ങൾ നടത്താൻ ആലോചിക്കുന്നുണ്ട്. ആ രീതിയിൽ ഞങ്ങളൊരു പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഈ 5 മാസത്തിനുള്ളിൽ കേരളത്തിൽ നടത്തും. നമുക്ക് പരിപൂർണ ഫ്രീഡം ഇവിടുത്തെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ വെച്ച് എടുക്കാനുള്ള നിർദ്ദേശം തന്നിട്ടുണ്ട്. ഓക്കെ.